നമസ്കാരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഖജനാവിൽ, അതായത് ജനങ്ങളുടെ നികുതിപ്പണം ഉള്ള ആ ഖജനാവ് പൊട്ടിത്തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിൽ കോടിക്കണക്കിന് രൂപയെടുത്ത് PRDയുടെ മുമ്പാകെ വീശിയത്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും PRD ഇപ്പോൾ CPMന്റെ ഒരു AKG ഭവന്റെ ഒരു സെന്ററായി പ്രവർത്തിക്കുന്ന ഒരു PR ടീമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഇപ്പോൾ അന്യായമായ രീതിയിൽ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ പണം വിപണിയിലേക്ക് ഇറക്കി ആ ദൗർലഭ്യം കുറയ്ക്കുക, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇപ്പോൾ കടത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സാധനങ്ങളുടെ വില കുറവുണ്ട്, ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കൂടാതെ സിവിൽ സപ്ലൈയിൽ അടക്കം സാധനങ്ങളുടെ ഒരു ദൗർലഭ്യമുണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് പകരം CPM ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് വലിയ രീതിയിൽ പരസ്യം ചെയ്യുകയാണ്. അതായത് ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 17 പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾക്ക് 12 കോടി രൂപയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. 57 പത്രങ്ങൾക്ക് കോളം പരസ്യത്തിനായി 1.5 കോടി രൂപ, ഔട്ട്ഡോർ പബ്ലിസിറ്റിക്ക് 14.5 കോടി രൂപ, ഡോക്യുമെന്ററി നിർമ്മാണത്തിന് 5 കോടി രൂപ, പരസ്യത്തിന് വേണ്ടിയുള്ള സർക്കാർ സർവറുകളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 2.5 കോടി രൂപ, പിണറായി വിജയന്റെ മുഖം വെച്ചുള്ള 600 കുറ്റൻ ഹോൾഡിങ്ങിന് 10 കോടി രൂപ, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 100 മീറ്റർ അകലത്തിൽ അത് വച്ചിട്ടുണ്ട്. 2500 KSRTC ബസ്സുകളിലും 1000 ദീർഘദൂര ബസ്സുകളിലും പിണറായി വിജയന്റെ മോന്ത പതിപ്പിച്ചതിന് 2.5 കോടി രൂപ, കേരളത്തിലെ 10 വലിയ മാളുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ വച്ചതിന് 30 ലക്ഷം രൂപ, ഏറനാട് പരശുരാം ട്രെയിനുകളിൽ പരസ്യം പതിച്ചതിന് 10 ലക്ഷം രൂപ, മെട്രോ പില്ലറുകളിൽ 75 ബോക്സ് പരസ്യം പതിച്ചതിന് 35 ലക്ഷം രൂപ, 5 ട്രെയിനുകളിലെ ബോഗിക്കകത്ത് റാപ്പി പരസ്യം പതിച്ചതിന് 60 ലക്ഷം രൂപ, 16 റെയിൽവേ സ്റ്റേഷനുകളിൽ 102 LED ഡിസ്പ്ലേക്ക് 8 കോടി രൂപ, 24 ബസ് സ്റ്റേഷനുകളിൽ ജിംഗിൾ പരസ്യത്തിന് 2 ലക്ഷം രൂപ, 23 റെയിൽവേ സ്റ്റേഷനുകളിൽ 53 ജിംഗിൾസിന് 53 ലക്ഷം രൂപ, പരസ്യ നിർമ്മാണത്തിന് 5.5 കോടി രൂപ, സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ഒരു ജില്ലയ്ക്ക് 73 ലക്ഷം രൂപ വെച്ച് 14 ജില്ലയ്ക്ക് 10 കോടി 22 ലക്ഷം രൂപ, സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് മെറ്റീരിയലിന് 2 കോടി, ചാനൽ യൂട്യൂബ് പരസ്യങ്ങൾക്ക് 37 കോടി, റീൽസ് നിർമ്മാണത്തിന് 3 കോടി, ഡ്രോണുകൾക്ക് 2 കോടി, മോഹൻലാലിന്റെ ഇന്റർവ്യൂ പരസ്യം 11.5 ലക്ഷം, അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ കൂലി അത് എത്ര കോടിയാണെന്ന് വെച്ചാൽ ഇനി വരുന്ന സർക്കാർ കൊടുക്കണം. അദ്ദേഹത്തിനുള്ള പണം കൊടുക്കാനുള്ള ഫയൽ വർക്കുകളുടെ ഇടയിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് പ്രോട്ടോകോൾ വന്നത്. അതുകൊണ്ട് മോഹൻലാലിന് ആ പണം കൊടുക്കാൻ സാധിച്ചില്ല. ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ അത് കൊടുത്തു തീർക്കണം. ആ പണം ഇനി വരുന്ന സർക്കാരിന്റെ തലയിലാണ്. അങ്ങനെ മൊത്തത്തിൽ 227 കോടി രൂപയാണ് കഴിഞ്ഞ 3 മാസം കൊണ്ട് പിണറായി വിജയൻ പൊതുജനങ്ങളുടെ പണമെടുത്ത് സ്വന്തം മോഹവും കള്ളങ്ങളുടെയും ഈ കേരളത്തിലുടനീളം പ്രചരിപ്പിച്ചത്. പരസ്യമെന്ന പേരിൽ വേണ്ടപ്പെട്ടവർക്ക് പൊതുജനങ്ങളുടെ പണം വാരി കൊടുക്കുകയും ചെയ്തു. 1000 കോടി രൂപയുടെ ആസ്തിയുള്ള CPM എന്ന കമ്പനിയുടെ മുതലാളിയാണ് പിണറായി വിജയൻ എന്ന് ഓർക്കണം. അയാളാണ് പാവപ്പെട്ട ജനങ്ങളുടെ പണമെടുത്ത് ഈ ശുദ്ധ തെമ്മാടുത്തരവും തോന്നിവാസവും കാണിച്ചു കൂട്ടിയത്. എന്നിട്ടിപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ഇപ്പോൾ കൈയും കാലും പിടിച്ചിട്ടാണ് അവർ ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഈ കുബേര പോർട്ടൽ വഴി ഈ മാസം തന്നെ 2 പ്രാവശ്യം കോടിക്കണക്കിന് രൂപ കടമെടുക്കാനുള്ള അനുവാദം കൊടുത്തത്. അതും ഇനി വരുന്ന സർക്കാരിന്റെ തലയിലേക്ക്. ഇനി വരുന്ന സർക്കാർ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ഈ പണം അയാളിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്താൽ അതൊരു ചരിത്രമായി മാറും. 100 രൂപയ്ക്ക് വേണ്ടി വാവിട്ട് കരഞ്ഞ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. 60 കോടി രൂപ കൊടുക്കാനില്ലാതെ ഇറക്കി വെച്ച മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്, അതായത് കമ്പനിയാണ് സർക്കാർ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടതാണ്. ഈ പണം അയാളിൽ നിന്ന് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ മലയാളികളായ നമ്മൾ മനുഷ്യരല്ലാതായി തീരും. പ്രതിസന്ധി ശേഷിയില്ലാതെ വെറും മാംസപിണ്ഡങ്ങളായി കേരളത്തിലെ ജനങ്ങൾ മാറും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അനുഭവിക്കുക കേരളത്തിലെ ജനങ്ങളായിരിക്കും. കാരണം അവരെ തലയിലേക്ക് ഓരോന്നിൻ്റെയും ടാക്സുകൾ ഇവർ സർചാർജും ആ ചാർജും ഈ ചാർജും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരിക്കും.